ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എല്ലാരും സ്വീകരിച്ചു. ഒരു ദിവസം വരും, ഒരു ദിവസം വരില്ല. എന്ത് ചേച്ചി എന്നൊക്കെ പറയണ്ടാവും നിങ്ങള്. എനിക്ക് തന്നെ തോന്നുന്നുണ്ടമ്മ. അല്ല നിനക്ക് അങ്ങനെ തോന്നില്ല. കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വരും കേട്ടോ. നിനക്കതറിയാലോ, എന്നെ നിങ്ങക്ക് മനസ്സിലാവും. പക്ഷെ ഇവൻ ഇത്തിരി സന്തോഷം ഉണ്ട് പോകണം. എന്തിന്? അല്ല അങ്ങനെയല്ല അമ്മ വിചാരിക്കുക. അത് എനിക്ക് അങ്ങനെ ഒരു കൂർക്ക കറി വെക്കാം കേട്ടോ. കൂർക്കയും കൊണ്ട് നമ്മളെപ്പോഴും മെഴുക്ക് വെട്ടി ഒക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പൊ അങ്ങ് കറി വെക്കാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ: കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് മതി, പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, പിന്നെതാ ഒരു ഇത്തിരി നാളികേരം, പെരിഞ്ചീരകം, ചെറിയുള്ളിയും കൂട്ടി അരച്ചതാണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി അരച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാമോ? തുടങ്ങാമല്ലോ. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. പക്ഷേ ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്, ഈ കശാല ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മ കാലുവേദനയാണെങ്കിൽ നമുക്ക് ഇരിക്കായിരുന്നല്ലോ. എനിക്ക് തോന്നിയില്ല. അതാരാ എനിക്ക് ഐഡിയ പറഞ്ഞു? ഇതും കൂടി അമ്മക്ക് ഐഡിയ പറഞ്ഞു തരണോ? പക്ഷെ എന്റെ ഭഗവാനെ, അല്ല അമ്മ ഇതും പറഞ്ഞു തന്നിട്ട് വേണം അമ്മക്ക് അറിയാൻ. ചിലതൊക്കെ അങ്ങനെയാണ്. മനസ്സിലായി എനിക്ക്. അതല്ലേ, കാലുവേദനയാണെങ്കിൽ ഇരിക്കണമെന്നും കൂടി പറഞ്ഞു തരുന്നല്ലേ. അപ്പ അമ്മ ആലോചിച്ചു അല്ലേ? ആ കസേര എന്തായാലും അവിടെ ഇരിക്കില്ല. അപ്പൊ അതിൽ ഇരുന്നിട്ട് പറയൂ. പിന്നെ നിന്നിട്ട് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. പിന്നെ ഇരുന്നിട്ട് പറയാലോ കുറെ നേരമൊക്കെ ആണെങ്കിൽ എന്ന് പറയും. അപ്പോൾ ഓക്കെ. അപ്പൊ കുറച്ച് നേരം ഇരിക്കുക, നിൽക്കുക ഒക്കെ ചെയ്യാലോ. അപ്പൊ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചതാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ട് നേരത്തെ അത് ചെയ്തില്ല എന്ന് ചോദിച്ചാണ്. അപ്പൊ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ഒരു മിനിറ്റ് ഇങ്ങനെ അധികം ഒന്നും വേണ്ട. ഇങ്ങനെ ഇറച്ചി മീനൊക്കെ നമ്മൾ ആക്കില്ലേ, ഇങ്ങനെ ബ്രൗൺ ആയി അങ്ങനെ ഒന്നും ആവണം കേട്ടോ. അപ്പോൾ തക്കാളി ചെറിയൊരു തക്കാളിക്ക്, പിന്നെ പച്ചമുളക്, എന്നാലും ഭയങ്കര കറിവേപ്പില, ഒരിത്തിരി മഞ്ഞൾപ്പൊടി. എത്ര ദിവസമായി അമ്മ ഒരു കഥ പറഞ്ഞിട്ട് അറിയോ അമ്മയ്ക്ക്? അല്ല, അത് കഥ പറയലൊക്കെ അതെനിക്ക് കേൾക്കണം. ഇഷ്ടമാണ്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആയത് കാരണം കുറച്ച് അതൊക്കെ അവനൊന്ന് ആവശ്യത്തിന് അത് ഇട്ടോളൂ. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ. ഓക്കെ, ഇതൊക്കെ കൂടി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുകയല്ല, ഒന്നിങ്ങനെ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ പോണ്ടേ. അപ്പോൾ പൊതുവേ ഞാൻ അരച്ചിട്ടാണ് വെക്കാറ്. ഇന്നിപ്പോൾ പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത്. ഓക്കെ. എന്നാലും എൻ്റെ അമ്മ മോശമ്മ എന്താറിയോ, എത്ര ദിവസമായി 1-2 മാസമായി അമ്പ് വയ്യ 2 മാസം പോരാ. ഈ കൂർക്ക പൊടി കളയാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ കൂർക്കയുടെ സീസൺ അല്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന കൂർക്ക അത്ര എളുപ്പമല്ലേ. ഇപ്പൊ ഇത് എവിടുന്നായിരിക്കും വരുന്നത്? നമ്മുടെ നാട്ടിൽ നല്ല സത്യത്തിൽ ഇതൊക്കെ പണ്ട് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നമ്മ. അന്ന് ഈ സംഭവമൊക്കെ ഒരു സീസണിൽ നമ്മള് കർണാടകയ്ക്കുള്ള സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. കൂർക്ക എന്ന് പറഞ്ഞ അന്ന് എല്ലാവരും കിടന്നു കൂർക്ക വന്നു, കൂർക്കയുടെ സീസണായി അല്ലേ. അപ്പൊ അത് വേവട്ടെ. ഉപ്പിടണം. ഉപ്പിന്റെ കാര്യം ഓർമ്മപ്പെടുത്തണ്ടേ? അയ്യോ, അപ്പൊ അങ്ങനെയൊക്കെ ആയോ? അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി നമുക്ക് അടച്ച് അടച്ചെടുത്തത് വേവട്ടെ. സിമ്പിൾ കറിയാണ്. ഇപ്പൊ സിമ്പിൾ കറി വെക്കാനാണ് പാട്. സിമ്പിൾ കറി വെച്ചൊരു ഗുണം പറയാമോ? ആർക്കേനും വല്ല ധൃതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ കറികൾ കാണിച്ചു കൊടുക്കണം. ഒരു കണക്കിന് നല്ലതാണ്, മനസ്സിലായില്ലേ? ഇപ്പം പെട്ടെന്ന് ആരും ഇല്ല വീട്ടിൽ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം, എന്നാൽ രുചിയും വേണം.
അപ്പോൾ അതൊക്കെ എളുപ്പമല്ലേ അല്ലേ? അപ്പോൾ ഞാനൊരു കഥ പറയാം. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. കുറേ ദിവസമായില്ലേ കഥ പറഞ്ഞു. വേറെ ദിവസമായി. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഞാനൊരു കഥ പറയാന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മുഖത്തൊരു പ്രസന്നത വരും. എനിക്കെന്താ കഥ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മ പണ്ട് കാലത്ത് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ കാണും. നിങ്ങൾ ആദ്യം പോയിട്ട്, നിങ്ങളുടെ വലിയ കുടുംബമാണല്ലോ, അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ടൊരു സിനിമ കാണും. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അനിയത്തിമാരോട് വന്നൊരു കഥ പറയുന്ന ഒരു രീതിയുണ്ട്. അന്ന് തുടങ്ങിയതാണ് തോന്നുന്നു അല്ലേ? അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിങ്ങനെ പോയി വരുമ്പോൾ ഏതോ ഒരു സിനിമയുടെ കഥ പറയണമെന്ന് മനസ്സിലാവും. പക്ഷെ സിനിമ കണ്ട പോലെ പറയും. ശരിക്കും അവര് 4 പേര് അന്തം വിട്ട് അമ്മേനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അമ്മ അവിടെ നടുക്കലിരുന്നിട്ട് പിന്നെ എന്തായി അറിയോ, അതിനുശേഷം എന്തായി അറിയോ എന്നൊക്കെ പറയുമ്പോൾ അവർ ലാസ്റ്റ് പറയും ഇനിയിപ്പോൾ ആ സിനിമ കാണണ്ട. അതേപോലെ ഞാൻ വല്ല സിനിമയുടെ കഥ പറഞ്ഞാൽ അമ്മ അപ്പം എന്നോട് പറയും ഇനി അത് വന്നാലും കാണണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അമ്മയുടെ കഥ പോരട്ടെ. ഒരു കുടുംബം, അപ്പോൾ അച്ഛനും മക്കളൊക്കെ കൂടി ഒരു കുടുംബം. അവരൊക്കെ കൂടി ചുമക്കായിരുന്നു. അത് ഞാൻ ചോദിച്ചതാ ഇതിന്റെ. അത് ഞാൻ വിചാരിച്ചു അമ്മ ബാബാഭിനയത്തിൽ പറയാം. എന്തറിയോ, ആ വീട്ടിൽ അച്ഛനില്ലേ, അപ്പൊ മകൻ അച്ഛനറിഞ്ഞു കടയിലൊക്കെ പോയി, ഒരു കടയുണ്ട് അവർക്ക്. അപ്പൊ ആ കടയിൽ പോവും. പിന്നെ അങ്ങനെയൊക്കെ അച്ഛനായിരുന്നു. അപ്പൊ അച്ഛന് വയസ്സായപ്പോ മകനായി. അപ്പോ പോണ സമയത്ത് ഈ അച്ഛൻ എന്തറിയോ, എപ്പോഴും ഇരിക്കുമ്പോ കൃഷ്ണ 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 കൃഷ്ണനാമം ജപിക്കും. ഉണ്ണാനിരിക്കുകയാണെങ്കിലും ശരി, വെറുതെ ഇരിക്കുകയാണെങ്കിലും ശരി, നേരം ആളുടെ ഉറങ്ങണ സമയം ഒഴികെ എപ്പോഴും എന്ത് പറയുകയാണെങ്കിലും കൃഷ്ണ 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 അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മകൻ ഒരു ദിവസം ജപിക്കുക, അല്ല എന്താ അച്ഛ ഏതു നേരം അതിനൊക്കെ ഒരു സമയവും സന്ദർഭമല്ലേ, അപ്പം വിളിച്ചാൽ പോരെ, കൃഷ്ണ കൃഷ്ണ ഏത് നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, കൃഷ്ണനാണോ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്, അവനെ പാടുപെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നാണ് നമുക്ക് കിട്ടുക, അല്ലാണ്ട് ഈ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടൊന്നും കിട്ടില്ല എന്ന് പറയും. അപ്പം പറയും ആ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുമല്ലേ, പക്ഷേ എനിക്ക് എൻ്റെ കൃഷ്ണൻ തന്നെയാണ് എനിക്കുള്ള ഭക്ഷണം തരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണനെ വിളിക്കുന്നത്. അതിൻ്റെ ഇത് നിനക്കറിയില്ല, നിനക്കിപ്പോൾ എന്തൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ കൃഷ്ണൻ്റെ എന്താ പറയുക, കൃഷ്ണൻ തന്ന തന്നെയാണ്, അല്ലാണ്ട് നിന്റെ അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടായതാണെന്നൊന്നും നീ വിചാരിക്കണ്ട. പോയിന്റ് ടു ബി നോട്ടഡ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ കൈകാല് ചലിക്കണമെങ്കിൽ, നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ ഒരു അജ്ഞാതമായൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. നീ ഇപ്പം ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ പോയിട്ട് ജോലി ചെയ്യണു, ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നു, അതുകൊണ്ടാണ് ഭക്ഷണം എന്ന് നീ പറയുന്നു, അതിനെല്ലാം നിനക്ക് പ്രാപ്തനാക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നുള്ളത് നീ മറക്കണ്ട, അത് കൃഷ്ണൻ തന്നെയാണ് എന്ന് പറയും, ഭഗവാനാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ എന്ന് പറയും. അപ്പോൾ അത് ശരി, ഇന്ന് ഞാനൊരു കാര്യം, എനിക്ക് അന്നം തരുന്നത് ഭഗവാനാണോ? തീർച്ചയായിട്ടും പറയും അച്ഛൻ. അപ്പം എന്നാൽ നിങ്ങളുടെ അടുത്ത് ഞാനൊരു പന്തയം വെക്കുകയാണ്, ഇന്ന് ഞാൻ ഭക്ഷണേ കഴിക്കില്ല, കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരിക്കും. അല്ല പണിയെടുക്കില്ലെന്നായിരിക്കും. പണിയെടുക്കില്ല. എന്നിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്യും, പണിയെടുക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. ഇന്ന് പണിയെടുക്കില്ല, ഞാൻ ഭക്ഷണവും കഴിക്കില്ല, എന്നിട്ട് ഞാൻ കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കൃഷ്ണൻ എനിക്ക് ഭക്ഷണം തരട്ടെ, ഞാൻ കഴിക്കുകയില്ല എന്നുള്ള നിർബന്ധം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എങ്ങനെ എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റും, അതെന്റെ വാശിയാണ്. കൃഷ്ണ എന്താ വന്ന് ഉരുള വാരിത്തരുമെന്നൊക്കെ ചോദ്യം. അങ്ങനെയൊക്കെ അച്ഛനോട് തർക്കിക്കും. അപ്പൊ പറയും നീ എന്തൊക്കെ ചെയ്താലും കൃഷ്ണനാമം ജപിച്ച നിനക്ക് ഭക്ഷണം കൃഷ്ണൻ തന്നിരിക്കും എന്നാ നമുക്കത് കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അച്ഛന്റെ ഭക്തിയും മകന്റെ ഭക്തി ഇല്ലായ്മ എന്നുള്ള യുദ്ധമാണ്. അപ്പൊ അങ്ങനെ ഇയാളെന്ത് വിചാരിക്കറിയ, മകൻ ഇപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കടയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ കടയിലേക്ക് ഊണ് കൊടുത്തയക്കും, അല്ലെങ്കിൽ അമ്മ വീട്ടിലേക്ക് വന്നാലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും. അപ്പം ഞാൻ ഇവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇരിക്കുകയാണെന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ടിട്ട് ആ ഭക്ഷണം കഴിക്കുമെന്ന് പറയും. അപ്പം അതൊന്നും വേണ്ട, എന്നിട്ട് ഇയാളെന്തൊരു ഒരു കാട്ടിൽ പോകും. അവർ നാടിൻ്റെ അടുത്തൊരു ചെറിയ കാടുണ്ട്, അവിടെ പോയിട്ട് ഞാൻ അവിടെ പോയിരിക്കുക, അവിടെ പോയിട്ട് കൃഷ്ണനാമം എന്നിട്ട് എനിക്ക് ഭക്ഷണം കിട്ടുമല്ലോ. അതായത് ഭക്ഷണം കഴിക്കേ ഇല്ല, കൃഷ്ണൻ എനിക്ക് ഭക്ഷണം കഴിപ്പിക്കുമെന്നുള്ള ഒരു ചാലഞ്ച്. കൃഷ്ണനാമം ജപിക്കുക എന്ന് വെച്ചാൽ ദൈവനാമം ജപിച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് ഭക്ഷണം കിട്ടുമോ? ഞാനെന്നാ ഒരു മനുഷ്യൻ കാണാത്ത സ്ഥലത്ത് പോയിട്ട് ഇരിക്കുകയാണ്, എനിക്ക് അന്നേ ദിവസത്തെ ഭക്ഷണം കിട്ടുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് വെല്ലുവിളിച്ചു. അപ്പൊ ആള് പോയിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നു, കാട്ടില് ആരും കാണാൻ പാടില്ല. മരത്തിന്റെ മുകളിലും കയറിയോ? അതെന്തിനറിയോ, എവിടെയെങ്കിലും ഇരിക്കുമ്പോ അത് ശരിയാവില്ല. അപ്പൊ ഒരു മരത്തിന്റെ മുകളിൽ കയറിട്ട് ആള് കൃഷ്ണനാമം ജപിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വെല്ലുവിളിയാണല്ലോ. വെല്ലുവിളിയാണല്ലോ. അപ്പൊ കൃഷ്ണനാമം ജപിക്കുന്നു.
ഒന്നെടുക്കട്ടെ. അപ്പോൾ കൃഷ്ണനോടാണ് വെല്ലുവിളി, അച്ഛൻ്റെ ഭക്തിയോടാണ് ചോദ്യം. കൃഷ്ണനോടല്ല, അച്ഛൻ പറഞ്ഞ ഭക്തിയില്ലേ, ഭക്തി ഉണ്ടെങ്കിൽ കൃഷ്ണൻ ഭക്ഷണം തരുന്നത് കൃഷ്ണനാണെന്ന് പറഞ്ഞല്ലോ. എവിടെ നമുക്ക് എന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും അത് ഭഗവാന്റെ ഒരു എന്താ പറയുക അനുഗ്രഹം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല എന്നാണല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. ആ സമയത്ത് മുകളിൽ കയറി കൃഷ്ണനാമം ജപിക്കുന്നു. ആ സമയത്ത് ആ കാട് വഴിയിൽ കുറേ വ്യാപാരികൾ അവർ വന്നിട്ട് ആ കാടൊക്കെ കണ്ടപ്പോൾ ഇവിടെ നമുക്കിനി ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് വിശ്രമിച്ചിട്ട് ഇവിടുന്ന് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഇങ്ങനെ നടന്നൊക്കെ അല്ലേ പണ്ടത്തെ കാലത്തെ കാട് വഴി കൂടെ ഒക്കെ ഇങ്ങനെ പോയി. അതൊക്കെ ആയിരിക്കും ഒരു നഗരം കണ്ടുമുട്ടണമെങ്കിൽ ഒരു കാട് വഴി കൂടെ പോകണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇവിടെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്, നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിച്ച് കുറച്ച് വിശ്രമിച്ചിട്ട് ഇവിടുന്ന് മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി കുറേ പേരുണ്ട്. പണ്ടൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കെന്നല്ല, കുറച്ച് പേര് കൂടിയിട്ടാണ് എവിടെ കച്ചവടത്തിലൊക്കെ പോവുക. എന്താ പറഞ്ഞാൽ അന്നൊക്കെ ഈ കൊള്ളക്കാരുടെ ശല്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഭക്ഷണം എല്ലാം റെഡിയായി. ആ സമയത്ത് ഒരാളെ അവരെപ്പോഴും നോക്കാൻ നിർത്തും. ആരെങ്കിലുമൊക്കെ ഈ കള്ളന്മാരോ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടാവും. അപ്പം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത് ഒരു കൊള്ള സംഘം വരുന്നുണ്ട്. അപ്പം ഇവരെന്ത് വിചാരിച്ചു, ആഹാരം നമുക്ക് പിന്നെയും കഴിക്കാമല്ലോ. ആഹാരമൊക്കെ പാകം ചെയ്ത് ഇവർ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുമ്പോഴാണ് കൊള്ളക്കാർ കിട്ടുന്നത്. ഇവരുടെ കയ്യിൽ സ്വർണം വെള്ളി ഇങ്ങനെയൊക്കെ ഉണ്ട്, വ്യാപാരികളല്ലേ. അപ്പോൾ ഇവർ ഇതൊക്കെ എടുത്തിട്ട് ഇവർ ഓടും, ഇവർ സ്ഥലം വിട്ടു. ഭക്ഷണം പിന്നെയും കഴിക്കാമല്ലോ, ഇതൊക്കെ കൊണ്ടുപോയി അവർ പോയി. അപ്പം ഭക്ഷണം അപ്പം ഈ കൊള്ളക്കാരവിടെ വന്നപ്പോൾ കാണുന്നത് എന്തറിയോ, കുറേ ആഹാര ഒക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആരും കഴിച്ച ലക്ഷണമൊന്നും കാണാനുമില്ല. ഇതാരപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് എന്ന് വിചാരിച്ചിട്ട് അവർ ആക്കുക. അപ്പോൾ അതിലെ കള്ളൻ്റെ മുഖ്യസ്ഥനുണ്ടാവുമല്ലോ, ലീഡർ, ആൾ പറയും ആരോ ആ ഭക്ഷണം തൊട്ടു പോകരുത്, നമ്മളെ കൊടുക്കാൻ വേണ്ടി ആരോ ഇത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്, നമ്മളെ ഒരുമിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്, അതുകൊണ്ട് അതിൽ വിഷം കലർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഭക്ഷണം അവർ കഴിക്കാൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ വരും എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവർ ഈ ഭക്ഷണം അവിടെ വെച്ചിട്ട് വിഷം കലർത്തിയിട്ടുണ്ടാവും, നിങ്ങൾ ആരും അത് കഴിക്കേണ്ടെന്ന്. അപ്പോൾ പറയും നിങ്ങളിവിടെ ചുറ്റുവട്ടം നോക്കുക, അങ്ങനെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പതിഞ്ഞിരിക്കുന്നുണ്ടാവും, ആരെങ്കിലും കാണും. അങ്ങനെ ഇവർ കാടൊക്കെ നോക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന കൃഷ്ണനാമൻ ജപിക്കുന്ന ഈ യുവാവിനെ കാണും, ആ ചെറുപ്പക്കാരനെ കാണും. അപ്പം വേഗം അവിടുന്ന് ഇറങ്ങാൻ പറയും. അപ്പം ഇയാളെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കിയിട്ട് പറയും, നീയാണോ ഈ ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൽ വിഷം കലർത്തിയെന്ന് പറയും. ഞാൻ ഭക്ഷണവും ഉണ്ടാക്കിയിട്ടില്ല, വിഷവും കലർത്തിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ ആരുമില്ല, നീ തന്നെയാണ് ഇത് ചെയ്തത്, ഈ ആഹാരം നീ കഴിക്കുകയും. ഞാൻ കഴിക്കില്ല, ഞാനിന്ന് ആഹാരം കഴിക്കുകയില്ല എന്ന് വ്രതമെടുത്തിരിക്കുകയാണ്, ഞാൻ കഴിക്കില്ല. അപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് കഴിക്കുക തന്നെ വേണം പറയും. അപ്പോൾ എത്ര പറഞ്ഞാലും ഈ ചെറുപ്പക്കാരൻ കഴിക്കുന്നില്ല. എന്താ പറഞ്ഞാൽ ഭഗവാൻ ഭക്ഷണം തരുക അങ്ങനെയുള്ള ചാലഞ്ച് തന്നെ. അപ്പോൾ കഴിക്കില്ല. അപ്പോൾ കുറേ പറഞ്ഞ് മതിയായിട്ട് ഇവർ തല്ലും, നന്നായിട്ട് തല്ലിയിട്ട് പറയണം, തിന്ന് കഴിക്കെന്ന് പറഞ്ഞ് തല്ലും. കുറേ പറഞ്ഞാൽ തല്ലുകൊണ്ട് ചെയ്യുമ്പോൾ കൃഷ്ണ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ഏത് സ്ഥിതിയിലാണെന്ന്. അച്ഛൻ പറഞ്ഞ ആ ഭക്തി, ഭഗവാന്റെ ആ അനുഗ്രഹം, ഭഗവാന്റെ ശക്തി ഈ ചെറുപ്പക്കാരന് മനസ്സിലായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. നമുക്ക് എന്ത് നന്മ വന്നാലും നമുക്ക് എന്തെന്നെ വന്നാലും അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ വരൂ. അത് പറഞ്ഞിട്ട് എല്ലാവരും ജോലി ചെയ്യാണ്ട് ജീവിക്കരുത് എന്നല്ല, ജോലി ചെയ്യാണ്ട് കൃഷ്ണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടില്ല. പക്ഷേ ആ ജോലി ചെയ്യാനുള്ളൊരു കഴിവും പ്രാപ്തി, അതിനുള്ളൊരു മനസ്സും, ആ ജോലിയിൽ ശ്രദ്ധിക്കാനുള്ള എല്ലാം നമുക്ക് തരുന്നത് ഭഗവാനാണ്, അല്ലേ? ഭഗവാൻ ഇല്ലാണ്ട് ഇവിടെ ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല. ഇപ്പൊ നമുക്ക് ഒരു പണിയെടുക്കണം എന്നുള്ള തോന്നല്, ഒരു ഊർജം, അല്ലെങ്കിൽ ഒരു ചിന്ത, ഇന്നത് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടുന്ന ചിന്തയൊക്കെ വരുന്നത്, ആ ചിന്തയ്ക്ക് പിന്നാമ്പുറത്തൊരു ശക്തിയുണ്ട്, അല്ലേ? നമ്മുടെ ഈ ശരീരം മുഴുവൻ മാംസം കൊണ്ടും എല്ലും കൊണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ഒരുപാട് എന്താ പറയുക, ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പല ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, നല്ലതേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളൊരു ഭക്തിയുടെ ഒരു അംശം വേണം. നമ്മൾ നേടുന്നൊന്നും നമ്മുടെ നേട്ടങ്ങളല്ല, നമ്മൾ ഇന്ന് നേടണമെന്ന് നേരത്തെ കൂട്ടിയൊരു വിധി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഭഗവാൻ ഇല്ലാണ്ട് ഒരു പുൽക്കൊടി പോലും
ചലിക്കില്ല. അപ്പം അത് അവരുടെ അച്ഛനറിയാം, പക്ഷെ മകനത് വൈകിട്ടാണ് മനസ്സിലായോ? എന്നുവെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഉന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതല്ല. നമ്മുടെ തലയിൽ ഒരു എഴുത്തുണ്ടാവും, നീ ഇന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടാവും, നീ ഇന്ന തൊഴിൽ ചെയ്യണമെന്നുണ്ടാവും, ഇന്ന തൊഴിൽ നീ വിജയിക്കണമെന്നുണ്ടാവും, ഇന്ന സങ്കടങ്ങൾ നീ തരണം ചെയ്യണമെന്നുണ്ടാവും. ഇത് മുഴുവനും വിധിലിഖിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്പർശനമില്ലാതെ മനുഷ്യന് ഒരടി കൂടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിൻ്റെ ഒരു ശക്തി, ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമില്ലാതെ നാളെ എന്നൊരു ദിവസം പോലും നമുക്കില്ല. ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓരോ നമ്മളെടുക്കുന്ന ഓരോ ശ്വാസത്തിനും തുറക്കുന്ന മുറികളിലും കാഴ്ചകൾ കാണാൻ പറ്റുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവനോടെ ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ ജീവനോടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം ആ ദൈവം വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാണ്ട് ഒരു കാലത്തും ഒരു കാരണവശാലും ആർക്കും ഒന്നും സ്വയം എല്ലാം ഞാനാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ആ കർമ്മത്തിലെ പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം തരും. ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു ശക്തിയോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് ഏതു നേരം ദൈവനാമം ജപിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. ഭഗവാനെ മറക്കാതെ എല്ലാ നമ്മുടെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ കൃഷ്ണ ഗുരു അല്ലെങ്കിൽ ഏത് ദൈവത്തിന്റെ പേരാണെങ്കിലും നമുക്ക് ഏത് മതത്തിലാണെങ്കിലും ഏത് പേരിലാണെങ്കിലും ഏതാണെങ്കിലും ആ ഭഗവാനെ നമ്മൾ സ്മരിക്കുക. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ചെയ്തു നോക്ക്, അതിനൊരു വിജയം ഉണ്ടാവും. കാരണം എന്താ പറയുക, അതിന് ദൈവത്തിൻ്റെ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരണം ആ വിളി. എന്താ പറയുക, ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ആ ഭക്തി പ്രതിഫലിക്കണം. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു എന്താ പറയുക, ആ ഭക്തിയോടെ നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാനെ എന്ന് വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് വിജയം ഉറപ്പാണ്. അപ്പം ആ ചെറുപ്പക്കാരന് മനസ്സിലായില്ല, കൃഷ്ണനാമോ രാമനാമോ ഭഗവാന്റെ നാമം ജപിച്ചു കഴിയുമ്പോൾ എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നാലും ആ ഭക്ഷണം കിട്ടിയില്ലേ. കാട്ടിലൊരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്നാലും കൃഷ്ണൻ വിചാരിച്ചാൽ നിനക്ക് നൽകേണ്ട ഭക്ഷണം നിനക്ക് അവിടെ വെച്ച് നൽകിയിരിക്കും. അല്ലേ? അതാണ് പറയുന്നത്, ഭഗവാൻ വിചാരിച്ചാൽ ഭഗവാന്റെ നാമം ഉരുവിട്ടാൽ ഒരിക്കലും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കൊള്ളക്കാർ വന്നില്ലേ, ഇത് പഴയ കാലഘട്ടമല്ല, അന്നത്തെ കാലത്തെ കൊള്ളക്കാരാണല്ലോ വന്നത്. ഇപ്പം പ്രേംനസിൻ്റെ ഒക്കെ പടം കണ്ടിട്ടുണ്ടോ? പ്രേംനസിൻ്റെ ഒക്കെ പടം കണ്ടിട്ടുണ്ടോ? ആ പടത്തിൽ പ്രേംനസിൽ ഒരു മറുക് ഇങ്ങനെ ഒട്ടിച്ചിട്ട് വരും. ഒന്നുമില്ലെങ്കിൽ കവിളത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. കവിളിലാണ് മിക്കവാറും ഒട്ടിച്ചിങ്ങനെ വെക്കാറ് കേട്ടോ. അതങ്ങോട്ട് ഒട്ടിച്ച് വന്നാൽ ഹീറോയിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, വില്ലനെ കണ്ടുപിടിക്കാൻ, എന്തിന് പെറ്റ അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു കൊള്ളക്കാരനാണ് അവിടെ വന്നത്. കാരണം ഒരു നമ്മുടെ ഇവിടുത്തെ കണ്ണിൻ്റെ അടുത്തൊരു അരിമ്പാരയില്ലേ, അതുപോലെ അല്ല, ഇതുപോലൊരു സാധനം ഒട്ടിച്ചാൽ മതി നമ്മൾ കൊള്ളക്കാരാവാൻ. മനസ്സിലായില്ലേ? അല്ല, അപ്പൊ അമ്മ ഒരു കൊള്ളക്കാരിയായിട്ട് കരുതുക. ഞാനാണ് ആ മരത്തിന്റെ മുകളിലിരിക്കാന്ന് കരുതുക. അപ്പൊ അമ്മയ്ക്ക് എന്നെ തല്ലി തീറ്റിക്കാമല്ലോ. പോയിന്റ് പിന്നോട്ടോ. അപ്പോഴും ഞാൻ അമ്മേനെ വലുതാക്കിയത് ചെറുതാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അമ്മയുടെ സംഘടനയും കൂടിയിട്ട് വന്നു. അമ്മ ഒരു ഗ്യാങ്ങായിട്ട് വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് എൻ്റെ അച്ഛനോട് വാശി പിടിച്ചിട്ട് ഒരു മരത്തിൻ്റെ കൊമ്പിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മറുകൊക്കെ വെച്ചിട്ട് പണ്ടത്തെ കാലത്ത് പ്രേംനസിൻ്റെ കാലത്ത് വില്ലൻ വരുമ്പോൾ അമ്മ വന്നു. കണ്ടില്ല, കണ്ണിൻ്റെ അടുത്ത് ആ മറുക് കണ്ടിട്ടാണ് ഞാൻ പറയണത്. അങ്ങനെ വന്നു. നമ്മുടെ പിന്നാമ്പുറത്ത് കണ്ടമാനം കൊള്ളക്കാരുണ്ട്. ഞാൻ പേടിച്ച് പറിച്ചു. അരിമ്പാര. ഞാനത് മറുകാക്കി. എന്നിട്ട് അമ്മ എന്നെ തല്ലി തീറ്റിച്ചു. അപ്പോൾ അമ്മക്കൊരു സന്തോഷമുണ്ടോ? അമ്മയാണ് തല്ലിണത്, ഞാനാണ് കൊള്ളുന്നത്. എങ്ങനെയുണ്ട്? അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ. കൊള്ളക്കാരി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സന്തോഷം നമുക്ക് ആയല്ലോ, അല്ലേ? പിന്നെ ഒന്നുണ്ട് കേട്ടമ്മ, ഈ വയ്യ എന്നുള്ള നാമജപം മാറ്റിയിട്ട് ഈ നേരത്തെ പറഞ്ഞ കൃഷ്ണനാമനൊപ്പം പറയുക. അപ്പോൾ ഈ വയ്യായ്മ അങ്ങോട്ട് മാറി. പിന്നെ കുറെ ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ടല്ലോ. അങ്ങനെ പൊങ്കാലയ്ക്ക് പോയി പ്രാർത്ഥിച്ചവരുണ്ട്. സ്ത്രീകളുടെ ശബരിമലയായ മഹത്തായ ശക്തിയുള്ള സ്ഥലത്തൊക്കെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എന്തായാലും കാണാണ്ടിരിക്കില്ലല്ലോ. അതെന്തായാലും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 60% ഒക്കെ ഓക്കെ അല്ലേ അമ്മ? 70% ഓക്കെ ആയോ? ഭഗവാനെ, ഇത് മരുന്നും കൊണ്ടാണോ പ്രാർത്ഥനയും കൊണ്ടാണോ? അത് എൻ്റെ എല്ലാ കുടുംബക്കാരുടെ പ്രാർത്ഥനയാണ്. മരുന്ന് എന്നും കഴിക്കണതല്ലേ, എന്നിട്ടെന്താ അതുകൊണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ കളി. അതുകൊണ്ടാണ് കുറേ നേരം നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് എൻ്റെ അമ്മേനെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. കാരണം എന്താ പറഞ്ഞാൽ വയ്യാത്ത സമയത്ത് വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്.
നിന്നിട്ട് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളുടെ മെസ്സേജുകളൊന്ന് വായിക്കണം. ഇതാണ് കറി. ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം, അമ്മയ്ക്ക് അമ്മ വീഡിയോ ഇട്ടു എന്നുള്ള സന്തോഷം, നിങ്ങളുടെ അമ്മേനെ കണ്ടു എന്നുള്ള സന്തോഷം, ഇതെല്ലാം കൂടി ആയിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കുറേ കൊത്രാക്കുള്ളിലേക്ക് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാണ്ടിരിക്കണ കാലം ഒന്നും കൂടി മേരിക്കും. ഇതൊന്ന് ഉഷാറായി കിട്ടിയിട്ട് വേണം എനിക്ക് അമ്മയൊന്ന് ശരിക്കൊന്ന് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. എന്താ അറിയോ, ഈ കറിയൊക്കെ വളരെ സിമ്പിളല്ലേ. ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയല്ല. നിങ്ങൾ വിചാരിക്കും എന്ത് കറിയപ്പോ ചേച്ചി ഉണ്ടാക്കിയത്. അതല്ല കേട്ടോ, നിങ്ങളെ കാണുമ്പോ എന്തെങ്കിലും ഞാൻ വീട്ടിലുണ്ടാക്കും, അതോടൊപ്പം ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതാണ്. എനിക്ക് നിങ്ങൾ എന്നെ കാണുന്നതും നിങ്ങൾ അയക്കുന്ന മെസ്സേജ് കാണുമ്പോൾ നിങ്ങളെ എനിക്ക് കണ്ട ഒരു ഫീല്. ഇനി ചില സമയത്തൊക്കെ നമുക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോറിൽ എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. എന്താ പറഞ്ഞാൽ ഇപ്പൊ അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നിരന്തരമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഇത്ര കാറ്റും വെളിച്ചൊക്കെ കൊള്ളും ചെയ്യാം. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒന്ന് പറയും, പുറത്തൊക്കെ ഔട്ട്ഡോർ, അതായത് വീടിന്റെ ചുറ്റും എവിടെയെങ്കിലും ഒക്കെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കും കേട്ടോ. അടുപ്പിന് നിൽക്കാം. ഞാൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞത് നമ്മ കേട്ടില്ല. അപ്പോൾ എനിക്കിത്ര കാറ്റും വെളിച്ചൊക്കെ കൊള്ളും ചെയ്യാന്ന്. ഇല്ലമ്മ, എനിക്കിഷ്ടം തന്നെയാണ്, ഇപ്പോൾ പാചകം ചെയ്യണത് തന്നെയാണ്. എന്താ അറിയോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ നിന്നിട്ട് ഇപ്പൊ സാരിയൊക്കെ കൊടുത്ത് ആ പുറത്തൊക്കെ നിന്ന് ഇരിക്കുന്നേക്കാളും എനിക്കിഷ്ടം ഈ അടുക്കളയിൽ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണം തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ചില സമയങ്ങളിൽ പറ്റാത്തപ്പോൾ പുറത്തിടും. എനിക്കും ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്. കാരണം എന്താ പറയുക, ഇത് ഇങ്ങനെ നിന്ന് തുടങ്ങുമ്പോഴാണ് അമ്മ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. കാരണം ഒരു ഭക്ഷണം ഉണ്ടാക്കണ കാണുമ്പോഴാണ് ആ ഭക്ഷണത്തിന് എന്തൊക്കെ ഇടുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മണവും ഗുണമൊക്കെ മനസ്സിലാവുമ്പോൾ ഏത് കറിയുടെ ഒപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുക. അല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണം മാത്രം സെലക്ട് ചെയ്തിട്ട് ഇത് മാത്രം മതി എന്ന് പറയും. ഇത് കണ്ട് ഇപ്പോൾ ഒന്നും മോശമല്ല, എല്ലാം കഴിക്കാന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുറെ പഠിക്കാനും പറ്റുന്നുണ്ട് അല്ലേ. ചിലതൊക്കെ ഇപ്പൊ പറയും ഞാൻ ചെയ്യും, ഈ കറി ഞാൻ ചെയ്യും, ആ കറി ഞാൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം, ഒരു ദിവസം ചെയ്യുമ്പോൾ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഒന്നും വിളിക്കുന്നില്ല കേട്ടോ. ഞാനൊന്ന് ഉഷാറായതിന്റെ ശേഷം നിങ്ങളെ വിളിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് വരണ്ടേ എന്തെങ്കിലും പറഞ്ഞിട്ട്, അതുകൊണ്ട് ഈ കറിയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതൊക്കെ സിമ്പിൾ കറിയല്ലേ. അതായത് അതിന് മൊത്തത്തിൽ അമ്പുജാക്ഷി ഒരു സിമ്പിൾ അമ്പുജാക്ഷി ആണല്ലോ അല്ലേ? അല്ലേ? അങ്ങനെ ആണല്ലോ അല്ലേ? സിമ്പിൾ തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ നാടൻ ഭക്ഷണത്തോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വെറുതെ കുറച്ച് പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ഒരു ഉപ്പേരി എന്നൊക്കെ അമ്മ പറയാ, അങ്ങനെ വെക്കുന്നത്. പിന്നെ നാടൻ എന്താണെങ്കിലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഉള്ള സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ചക്കയോ അല്ലെങ്കിൽ കുറച്ച് പയറോ എന്തെങ്കിലും ഒരു പുഴുക്ക് അതും കൂട്ടി കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞാൽ അതിലേറെ സുഖം വേറെ. ഇതൊക്കെ നാടനിൽ പെടില്ലേ? നാടൻ കോഴി, നാടനാട്, എന്തൊരു കഷ്ടമാണ്. അത് നാടെന്ന് പറഞ്ഞാൽ ഞാൻ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞത്. ഇതൊന്നും നാടനല്ല, ഇതൊക്കെ ആകാശത്ത് പണ്ട് നാടൻ രീതിയിലൊക്കെ വെക്കില്ല. അതൊക്കെ നല്ലതൊക്കെ തന്നെ. പിന്നെ ഇപ്പൊ ഈ ചൂടല്ലേ, എന്തിനാ വെറുതെ നോൺ വെജ് ഒക്കെ. നാടൻ താറാവ്, നാടൻ കോഴി, നാടനാട്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ പരിസരത്തൊക്കെ ഉണ്ട് കേട്ടോ, മറക്കരുതമ്മ. ഹോട്ടൽ ഭക്ഷണം തിന്ന് മതിയായത് കൊണ്ടാണ് പറയണത്. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ഇന്നലെ വന്നില്ല, ഇന്ന് വന്നു. അപ്പൊ ഈ ചേച്ചിയുടെ ഇടയ്ക്ക് അത് പറഞ്ഞിട്ട് നിങ്ങളെന്നെ മറക്കരുത് കേട്ടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആര് മറക്കും? എനിക്ക് വയ്യത്. അപ്പൊ എല്ലാവർക്കും ബൈ.